Good morning. So we were discussing the poem Freedom by Rabindranath Tagore, and he was talking about his concept of freedom. Okay, and we have completed uh, around 10 to 12 lines, and let's continue the remaining part of the poem. See, Tagore is looking for a freedom from the insult of dwelling in a puppet's world, where movements are started through brainless voice, repeated through mindless habits, where figures wait with patience and obedience for the master of show to be stirred into a mimicry of life. സോ ഇനി അടുത്തതായിട്ട് ടാഗോർ ആഗ്രഹിക്കുന്ന അദ്ദേഹം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫ്രീഡം ഫ്രം ദ ഇൻസൾട്ട് ഓഫ് ഡ്വെല്ലിംഗ് ഇൻ എ പെപ്പറ്റ്സ് വേൾഡ്. സി, ഇറ്റ്സ് എ ഫ്രീഡം ഫ്രം ദ ഇൻസൾട്ട്, അപമാനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് വേണ്ടത്. എന്തപമാനമാണ്? ഓഫ് ഡ്വെല്ലിംഗ്, ഓഫ് ലിവിങ് ഇൻ എ പെപ്പറ്റ്സ് വേൾഡ്, ഒരു പാവകളുടെ ലോകത്ത് ജീവിക്കുന്നതിൽ നിന്നുള്ള അപമാനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. സി, പെപ്പറ്റ്സ് വേൾഡ് വി ക്യാൻ സേ ദ കൺട്രി, ഇറ്റ്സ് എ കൺട്രി വിച്ച് ഈസ് കൺട്രോൾഡ് ബൈ എക്സ്റ്റേണൽ ഫോഴ്സസ്. വൈദേശിക ശക്തികൾ കൺട്രോൾ ചെയ്യുന്ന രാജ്യത്തെയാണ് പെപ്പറ്റ്സ് വേൾഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഇന്ത്യ. ഇവിടെ ഇന്ത്യക്കാരായി ജീവിക്കുന്ന വി പീപ്പിൾ, we have no right to perform as we wish. That was a problem. That was a real condition of an Indian when British government was ruling India. We can't do what we wish. So we were living in a country that we can call it's a puppet world. നമ്മളൊക്കെ പാവകളാണ്. അവർ കൺട്രോൾ ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ്. അവർ ആഗ്രഹിക്കുന്ന പോലെ ഇന്ത്യക്കാരായിട്ടുള്ള നമ്മുടെ രാജ്യത്ത് വന്നിട്ട് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ട്. ഇതാണ് പെപ്പറ്റ് എന്ന് പറയുന്നത്, അല്ലേ? ഒരു റിമോട്ട് പെപ്പറ്റ് ആണെങ്കിലും എന്താണോ, ഒരു ചെറിയ കളിപ്പാവ, ആ കളിപ്പാവയുടെ ഉടമസ്ഥൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കളിപ്പാവയെ കൊണ്ട് ചെയ്യിപ്പിക്കും. കളിപ്പാവയുടെ ഉടമസ്ഥൻ, അതായത് ഒരു കുട്ടിയാവാം, ആ കുട്ടി കളിപ്പാവയോട് ഇരുത്താനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കളിപ്പാവയെ കൊണ്ടുപോയിട്ട് ഇരുത്തും. കളിപ്പാവ ഇരുന്നു കൊടുക്കും, അല്ലേ? ഉറക്കുക എന്ന് പറഞ്ഞ് സങ്കല്പിച്ചിട്ട് തൊട്ടിലിട്ട് ആട്ടുന്നുണ്ടെങ്കിൽ ആ കളിപ്പാവ ഉറങ്ങുകയാണ്. റൈറ്റ്. ഇനി ഒരു റിമോട്ട് കൺട്രോൾ കളിപ്പാവയാണെങ്കിൽ എന്താണോ ചെയ്യേണ്ടത് അത് കളിപ്പാവയുടെ ഓണറായിരിക്കും തീരുമാനിക്കുക. ലൈക്ക് വൈസ് വി വേർ ലിവിങ് ഇൻ എ കൺട്രി വേർ എക്സ്റ്റേണൽ ഫോഴ്സസ് കൺട്രോളിങ് ദ പീപ്പിൾ. ജനങ്ങളെ മറ്റു വൈദേശിക ശക്തികൾ കൺട്രോൾ ചെയ്യുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു വലിയ അപമാനമാണ് നമ്മളെ സംബന്ധിച്ച്. ഇറ്റ്സ് ആൻ ഇൻസൾട്ട്. അപ്പോൾ ആ ഒരു അപമാനത്തിൽ നിന്നും എനിക്ക് സ്വാതന്ത്ര്യം, എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം. ഇതാണ് ഉദ്ദേശിച്ചത്. ഫ്രീഡം ഫ്രം ദ ഇൻസൾട്ട് ഓഫ് ഡ്വെല്ലിംഗ് ഇൻ എ പപ്പറ്റ്സ് വേൾഡ് വേർ മൂവ്മെൻറ്റ്സ് ആർ സ്റ്റാർട്ടഡ് ത്രൂ ബ്രെയിൻലെസ് വോയിസ്. സോ അവരുടെ മൂവ്മെൻറ്റ്സ്, ചലനങ്ങൾ, നീക്കങ്ങൾ, പ്രവർത്തനങ്ങൾ ആർ സ്റ്റാർട്ടഡ് ത്രൂ ബ്രെയിൻലെസ് വോയിസ്. ബ്രെയിനില്ലാത്ത, തലച്ചോറില്ലാത്ത വയറുകളിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന തുടങ്ങിയിട്ടുള്ള ചലനങ്ങൾ, പ്രവർത്തനങ്ങളാണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത്. ബ്രിട്ടീഷുകാർ ബുദ്ധിശൂന്യമായ പലതും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ആൻഡ് റിപ്പീറ്റഡ് the same movements, the same actions are repeated through mindless habits. മൈൻഡ്ലെസ് ആയ ഹാബിറ്റ്സിലൂടെ വീണ്ടും വീണ്ടും
നമ്മൾ ആ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ബ്രിട്ടീഷുകാരെ അനുസരിക്കുക എന്നുള്ളത് നമ്മൾ ഒരു ശീലമാക്കിക്കൊണ്ട് നമ്മൾ അനുസരിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിദേശികൾ ഭരിക്കുന്ന രാജ്യത്തിൻ്റെ ഈ ഇൻസൾട്ടിൽ നിന്നും എനിക്ക് സ്വാതന്ത്ര്യം വേണം. ഓക്കെ, ഫ്രീഡം ഫ്രം ദ ഇൻസൾട്ട് ഓഫ് dwelling in a puppet's world where movements are started through brainless voice, repeated through mindless habits, where figures wait with patience and obedience for the master of show to be stirred into mimicry of life. So ഇവിടെ people are waiting with patience and obedience. ആളുകൾ ക്ഷമയോടുകൂടിയും അനുസരണയോടുകൂടിയും കാത്തിരിക്കുകയാണ് ഫോർ ദ മാസ്റ്റർ ഓഫ് ഷോ, ഈ ഒരു യജമാനന് വേണ്ടിയിട്ട്. ഈ ഷോയുടെ ഉടമസ്ഥൻ, മാസ്റ്റർ, ഭരണാധികാരി, റൂളർ, ബ്രിട്ടീഷുകാരൻ, അവൻ്റെ കൽപ്പനകൾക്ക് വേണ്ടി അനുസരിക്കാൻ വേണ്ടി ക്ഷമയോടുകൂടി ആളുകൾ കാത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരൻ്റെ താളത്തിനൊത്ത് തുള്ളിക്കൊടുക്കുകയാണ് ആളുകൾ. അതിൽ നിന്നും ഫ്രീഡം വേണം, ഈ ഒരു സാഹചര്യത്തിൽ നിന്നും ഫ്രീഡം വേണം. ടു ബി സ്റ്റിർഡ് ഇൻ ടു എ മിമിക്രി ഓഫ് ലൈഫ്. ജീവിതം സാക്രിഫൈസ് ചെയ്തുകൊണ്ട്, ഇവിടെ മിമിക്രി ഓഫ് ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻ അൺറിയൽ ലൈഫ് കൺട്രോൾഡ് ബൈ അതേഴ്സ്, ബാക്കിയുള്ള ആളുകൾ നിയന്ത്രിക്കുന്ന ഒരു അൺറിയലായ ജീവിതം. ഇങ്ങനെ അൺറിയലായ ജീവിതം നയിക്കുന്ന യജമാനൻ്റെ ഉത്തരവിന് വേണ്ടി ക്ഷമയോടുകൂടിയും അനുസരണയോടുകൂടിയും കാത്തിരിക്കുന്ന, ഒരുപാട് മൈൻഡ്ലെസ് ഹാബിറ്റ്സുകൾ റിപ്പീറ്റ് ചെയ്യുന്ന, ഇത്തരത്തിലുള്ള പപ്പറ്റ്സ് വേൾഡായിരിക്കുന്ന ഈ ഒരു രാജ്യത്തിൽ നിന്നും, അല്ലെങ്കിൽ ഈ ഒരു സ്ഥിതിയിൽ നിന്നും നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം. അപ്പോൾ ഇതാണ് രവീന്ദ്രനാഥ് ടാഗോറിനെ സംബന്ധിച്ച് ഹിസ് കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അദ്ദേഹം ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല ആഗ്രഹിക്കുന്നത്, നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന പലതരത്തിലുള്ള അനാചാരങ്ങളുണ്ടായിരുന്നു, പല രീതിയിലുള്ള മറ്റു ചുറ്റുപാടുകളുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ജീവിതത്തിൽ നിന്നും ഒക്കെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തോടു കൂടി ഇന്ത്യക്കാരൻ ഓരോരുത്തരും സ്വതന്ത്രനാവണം എന്ന് ചിന്തിച്ചിരുന്ന ഒരു എഴുത്തുകാരനാണ് ടാഗോർ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ നാട്ടുകാരല്ലാത്ത മറ്റേതോ നാട്ടുകാർ വന്ന് നമ്മളെ ഭരിക്കുന്ന ഈ രാജ്യം, നമ്മൾ പാവകളെപ്പോലെ അവർക്ക് വേണ്ടി വിധേയപ്പെട്ട് അവരുടെ അടിമകളായി ജീവിക്കാനുള്ളതല്ല ഈ രാജ്യം. ഇത് നമ്മുടെ രാജ്യമാണ്. ഇവിടെ ഭരിക്കേണ്ടതും ഭരിക്കപ്പെടേണ്ടതും നമ്മുടെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരിൽ നിന്നും ആദ്യം സ്വാതന്ത്ര്യം വേണം. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റു പല ദുരാചാരങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം എന്നാഗ്രഹിച്ചിരുന്ന ഒരു എഴുത്തുകാരനാണ് രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ പോയം. ഒരു ചെറിയ കവിതയാണ്. ഇനി ഇതിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നിങ്ങളുടെ കൈകളിലൊക്കെ ടെക്സ്റ്റ് ബുക്കുണ്ട് എന്നുള്ള ധാരണയിൽ തന്നെയാണ് ഞാനുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ ആൻസറുകൾ നമ്മൾ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതേണ്ടതാണ്, നിർബന്ധമായിട്ട് എഴുതണം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. ടെക്സ്റ്റ് ബുക്കിൽ നിന്നല്ലാണ്ട് നമുക്ക് മറ്റൊരു സോഴ്സിൽ നിന്നും ചോദ്യം പരീക്ഷയ്ക്ക് വരുന്നതല്ല എന്ന കാര്യം നിർബന്ധമായും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. മാത്രമല്ല, ഒന്നാം സെമസ്റ്ററിലെ പല കുട്ടികളും PDF നോട്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. PDF നോട്ടല്ല നമ്മുടെ നോട്ട്. നമ്മൾ നൽകുന്ന PDF നോട്ടുകൾ നിങ്ങളുടെ സ്വന്തം
നോട്ടിലേക്ക് മാറ്റി എഴുതിയാൽ തന്നെ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയുടെ സമയത്തും പുസ്തകമെടുത്ത് ഒന്ന് മറിച്ച് നോക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർപ്പിക്കുന്നു. താങ്ക് യു.